ജോർജിയയിൽ പുതുതായിട്ട് വന്നൊരു റൂള് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ജോർജിയയിൽ ഇനി മുതൽ ഫോറിനേഴ്സ് ആരും ഫുഡ് ഡെലിവറി ജോബുകളിലോ ടാക്സി ഡ്രൈവറായിട്ടോ ഗൈഡായിട്ടോ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള റൂളാണ് ജോർജിയൻ ഗവൺമെൻറ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന 1-2 ജോബാണ് ഈ ഒരു ഫുഡ് ഡെലിവറി ജോബുകൾ, ഈ ഒരു ടാക്സി ഓടാൻ പോകുന്ന പരിപാടി അല്ലെങ്കിൽ ഗൈഡായിട്ട് പോകുന്ന പരിപാടിയൊക്കെ. ഇതൊക്കെ ഫോറിനേഴ്സ് കയ്യേറുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ജോർജിയൻ ഗവൺമെൻറ് ഇത് തിരിച്ച് ലോക്കൽസിനെ തന്നെ ഏൽപ്പിച്ചത്. അല്ലാതെ ഇവിടെ സ്റ്റുഡൻസ് ആരും ഇവിടെ ഒന്ന് വർക്ക് ചെയ്യണ്ട അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആരും ഇവിടെ പണിക്ക് വരണ്ട എന്നൊന്നുമല്ല ജോർജിയൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ഇവരാകെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസ് ആകെ ആശ്രയിക്കുന്ന 1-2 ജോബായിട്ടുള്ള ഈ ഒരു ഫുഡ് ഡെലിവറി ജോബുകൾ, ഈ ഒരു ടാക്സി ഓടാൻ പോകുന്ന ജോബുകൾ, ഈ ഗൈഡായിട്ട് പോകുന്ന ജോബുകൾ ഇത് ഫോറിനേഴ്സ് ചെയ്യണ്ട എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനി സ്റ്റുഡൻസിനോട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു മാറ്റം കൂടി ഉണ്ട്. കഴിഞ്ഞ മാസം വരെ സ്റ്റുഡൻസിനോട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും വർക്ക് ചെയ്യാമായിരുന്നു. സ്റ്റുഡൻസിന് ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, നെക്സ്റ്റ് വീക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുക. പക്ഷേ ഇനി മുതൽ അതിൽ ചെറിയൊരു തടസ്സം ഉണ്ടാവും. കാരണം സ്റ്റുഡൻസിന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലത്തെ ആളുകൾ ഈ സ്റ്റുഡൻസ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ സ്റ്റുഡൻറ്റിന് ഇത്രയാണ് സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ലേബർ പെർമിറ്റ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഇതിന് റിക്വസ്റ്റ് ചെയ്തിരിക്കണം. ഈ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ 10 ദിവസം ടു ഒരു മാസമാണ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ്. ഇത് അപ്രൂവ് ആകാനും റിജക്റ്റ് ആകാനുള്ളൊരു ടൈം. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിം ഇവർ വെയിറ്റ് ചെയ്യണം സ്റ്റുഡൻസ്. ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസിന് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഇനി നാട്ടിലുള്ള ഒരാളുകൾക്ക് ഇവിടെ ജോബിനായിട്ട് എങ്ങനെ വരാം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. പണ്ട് നാട്ടിലത്തെ ആളുകൾക്ക് ഇവിടെ ജോബിന് വരണമെന്നുണ്ടെങ്കിൽ ഏത് കമ്പനിയിൽ നിന്നുള്ളൊരു ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് നാട്ടിൽ എംബസിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വിസ കിട്ടുമായിരുന്നു. ഇനി ഇവർ വിസക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ജോബ് അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ ഈ നാട്ടിലെ ആളുകൾക്ക് ജോബ് ഓഫർ ചെയ്തിട്ടുള്ളത് ഈ കമ്പനിക്കാർ ഇവരെന്ത് ചെയ്യണം, ആദ്യം ലേബർ പെർമിറ്റിന് റിക്വസ്റ്റ് ചെയ്യണം. ആ ലേബർ പെർമിറ്റ് കിട്ടിയതിന് ശേഷം ആ പെർമിറ്റ് വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യേണ്ടത്, വിസക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടിയതിന് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിസക്ക് അപ്ലൈ ചെയ്തിരിക്കണം. 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് D1 വിസ കിട്ടില്ല. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റ് വിസ ഓണറേവൽ 3 മാസം മുതൽ 1 വർഷം വരെ ഓണറേവൽ കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പം എമിറേറ്റ് സൈഡിലുള്ളവർക്ക് 3 മാസമൊക്കെ ഓണറേവൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ D1 വിസക്ക് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ D1 വിസക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ വിചാരിക്കുന്ന കമ്പനിയത്തെ ആളുകൾ ആദ്യം സ്പെഷ്യൽ ലേബർ പെർമിറ്റിന് റിക്വസ്റ്റ് ചെയ്യണം. ഈ ലേബർ പെർമിറ്റ് കിട്ടി 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ജോർജിയയിൽ എന്ത് ചെയ്യണം, D1 വിസക്ക് കൊടുക്കണം. D1 വിസ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ TRC റെസിഡൻസ് കാർഡിലേക്ക് കൊടുക്കുക. ഇനി ഇവിടെ ഓൾറെഡി റെസിഡൻസ് കാർഡിൽ വർക്ക് ചെയ്യുന്ന ജോബ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2027 ജനുവരി 1 വരെ ടൈമുണ്ട്. ഞാൻ കേട്ടെടുത്തോളം ആ ഒരു ടൈം പീരീഡ് നിങ്ങൾക്കുണ്ട്. ആ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സ്പെഷ്യൽ ലേബർ പെർമിറ്റിന് റിക്വസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഏത് കമ്പനിയിലാണോ നിങ്ങളുടെ റെസിഡൻസ് കാർഡ് എടുത്തിട്ടുള്ളത് ആ കമ്പനി നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരണം, ഈ ഒരു സ്പെഷ്യൽ ലേബർ പെർമിറ്റിന് റിക്വസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ജോർജിയൻ ഗവൺമെൻറ് പുതുതായിട്ട് പുറത്തുവിട്ട ഈ ഒരു റൂൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫോറിനേഴ്സ് ആരും ഈ ലോക്കൽസ് ആശ്രയിക്കുന്ന ഈ ഒരു 1-2 ജോബായിട്ടുള്ള ടാക്സി, ഫുഡ് ഡെലിവറി, ഗൈഡായിട്ട് പോകുന്ന പണി ഇത് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ജോർജിയൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ സ്റ്റുഡൻസ് ആരും ഇവിടെ വർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല, ഫോറിനേഴ്സ് ആരും ഇവിടെ ഒന്നും വർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. സ്റ്റുഡൻസിന് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇവിടെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു കമ്പനി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ടുള്ള പരിപാടികളാണ്, ചെറിയ ചിലവുള്ളൂ ഇവിടെ കമ്പനി രജിസ്റ്റർ ചെയ്യാനൊക്കെ. അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി സ്റ്റുഡൻസിന് ഇവിടെ ഒരു കമ്പനിയിൽ കയറി പറ്റണമെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനീൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂൾസും റെഗുലേഷൻസും ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു തന്നു. സ്പെഷ്യൽ ലേബർ പെർമിറ്റ്, വർക്ക് പെർമിറ്റ് എടുക്കുന്ന കാര്യം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കുറേ ആളുകൾ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മലയാളം അറിയില്ല ബ്രോ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു തരുമോ എന്നൊക്കെ. അപ്പം അങ്ങനത്തെ ആളുകൾക്കാണ് ഞാൻ ക്യാപ്ഷനിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ തന്നെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്, മലയാളം അറിയാത്ത ഫ്രണ്ട്സിന് അത് കാണിച്ചു കൊടുത്താൽ മതി, അവർക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗുഡ് ബൈ.